ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ച് പൊട്ടിച്ച് ഇതിനകത്ത് എന്നൊക്കെയുള്ളതെന്ന് നോക്കാം. എൻ്റെ മോളാണ് ഇന്ന് എന്നെ സഹായിക്കാൻ കൂടിയിരിക്കുന്നത്. ആശാത്തിനടുത്ത് ഒരു കത്തിയും കടാരയൊക്കെ ഉണ്ട്. നമുക്ക് പുള്ളിക്കാരത്തെ വിളിക്കാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് പൊട്ടിച്ച് നോക്കാം. മക്കം ഒരു ഹായ് പറഞ്ഞേ. കത്തിയും നമുക്കൊരു കത്രിയൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് നമുക്കൊന്ന് പയറ്റി നോക്കാം. ഇത് കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരാഴ്ച ആയിട്ടുള്ള അയച്ചിട്ട് 19 കിലോ സാധനമുണ്ട്. ഇത് അയച്ചിരിക്കുന്നത് UK-ലേക്കാണ്. ഞങ്ങൾ UK നോർത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്കാണ് സംഭവം വന്നിരിക്കുന്നത്. ഇനി വരാനൊരു റീസൺ കൂടി ഉണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്യാരിയിങ് ആണ് എൻ്റെ രണ്ടാമത്തെ കൊച്ചിനെ. അപ്പോൾ ഒരു 2 ആഴ്ച ഒക്കെ കഷ്ടി കാണാൻ സാധ്യതയുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ 36th വീക്ക് ആണ്. അപ്പോൾ ഒരു 37-38 കൂടി ആളെ റിലീസാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതും കൂടെ പ്രമാണിച്ച് വന്നിരിക്കുന്ന ബോക്സാണ്. അപ്പോൾ കുറച്ചൊക്കെ കുഞ്ഞിനുള്ള എണ്ണയും നെയ്യ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഞാനങ്ങനെ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലെയുള്ള മരുന്നുകളോ കഷായമോ അരിഷ്ടോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കാര്യം അതൊക്കെ കഴിച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു അവസ്ഥയല്ലോ ഇവിടെ. അതിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചികിത്സയും കിട്ടുകയില്ല. അപ്പോൾ ആ വക കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ദർ ആർ സം തിങ്സ്, ഫുഡ് ഐറ്റംസും അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഏതായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ എവിടെ തുടങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയാണോ? ഓക്കെ, ഇവിടെ പൊട്ടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പൺ ആക്കി. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ അമ്മ? എന്തോ മസാലയോ എന്തൊക്കെയോ സ്മെല്ലുകളുണ്ട്. നമുക്ക് അതെല്ലാം നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓ, നൈസ്ലി പാക്ഡ് ആണ് കേട്ടോ. ഇതെനിക്ക് വന്ന കൊറിയറുകാർ അവരുടെ പാക്കിംഗ് ആണ്. എല്ലാം ഒരേപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൻ്റെ കോമ്പാക്റ്റ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചത്. ഷിപ്പ് ചെയ്യുമ്പം ഉള്ള സൗകര്യത്തിന് വേണ്ടിയായിരിക്കും. വളരെ ടൈറ്റായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ വളരെ ഞെങ്ങി എരിഞ്ഞാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഒന്നും ഡാമേജ് വരാതെ. എനിവേസ് നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെന്താണ്? ചിപ്സാണോ? ചിപ്സ് ആണെന്നൊരു സംശയം. നമുക്ക് നോക്കാം. ആണോ? ഓക്കെ, ചിപ്സാണ് കേട്ടോ. ഇപ്പം വീട്ടിലുണ്ടാക്കിയ ചിപ്സ് തന്നെയാണ്. ഓക്കെ, പൊട്ടിക്കുന്ന ഓരോ സാധനം ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ചിപ്സ് എത്ര പാക്കറ്റ് ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് എൻ്റെ അമ്മയുടെ ഗ്രാൻഡ് മദർ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇതെല്ലാം ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സംതിങ് എൽസ്. ഇതെന്താന്ന് നോക്കാം നമുക്ക്. ഗസ് ചെയ്തേ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഇതുണ്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ എണ്ണ, വെർജിൻ ഓയിൽ. ലെറ്റ്സ് സീ ദിസ്. ഇതെണ്ണയാണ്. ഇതാണെന്ന് തോന്നുന്നു, തേങ്ങാപ്പാലിൻ്റെ എണ്ണ. ഇത് രണ്ടും മോസ്റ്റ്ലി നെയ്യാവാൻ സാധ്യത. ഓക്കെ, ഇതും അടുത്ത പാക്കറ്റ് ചിപ്സാണ്. ചിപ്സാണ് കേട്ടോ. ഓക്കെ, അടുത്തെടുത്ത് അമ്മ. നെക്സ്റ്റ് വൺ. ഇത് എണ്ണയല്ല, ഇത് സംഭവിച്ചിട്ട് ലീക്കായിട്ടുണ്ട്. ഷാമ്പു ആണ്. ഞാൻ അത് വീട്ടിൽ പറഞ്ഞിരുന്നു. അത് ഷാമ്പു എന്ന് പറയുമ്പോൾ നമ്മുടെ ദീദി ഷാമ്പു എൻ്റെ കയ്യിൽ എണ്ണയാവും, അതുകൊണ്ട് തന്നെ എടുക്കാത്ത കേട്ടോ. എണ്ണയല്ല, ഷാമ്പൂൻ്റെ സോപ്പ്. അപ്പം അത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മറ്റുള്ള ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും തലവേദനയാണ്. ചിലപ്പോൾ കുഴപ്പമില്ല, ചിലപ്പോൾ തലവേദന. എനിക്ക് ധാത്രി എപ്പോഴും ധാത്രിയല്ലേ ഇത്? അല്ല, ദീദി കേട്ടോ. അപ്പോൾ അത് എപ്പോഴും വളരെ റിഫ്രഷിംഗ് ആണ്. ഹെഡേക്സ് ഇല്ല. അപ്പം മിക്കവാറും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവരാറുണ്ട്. ഇതിപ്പം നാട്ടിലേക്ക് പോയിട്ടിപ്പം ഓൾമോസ്റ്റ് 1 year ആയി. അപ്പം കൊണ്ടുവന്നൊക്കെ തീർന്നു. അത് കാരണം അത് കൊടുത്തു വിടാൻ പറഞ്ഞു കേട്ടോ.
അപ്പം അത് ഷാംപൂ ആണ്. ഇനി അടുത്തത് നോക്കാം. മുളക് പൊടിയാണ് അല്ലേ? ലീക്കല്ല, പൊട്ടിച്ച കൂട്ടത്തിൽ കത്രിക വെച്ചൊന്ന് കണ്ടിച്ചു. അപ്പം അത് മുളക് പൊടിയാണ്. സേഫായിട്ട് മാറ്റാം. ഇതും അതൊന്നും കത്രിക വേണ്ട, അല്ലാതെ പൊട്ടിക്കാം. ഇത് മുളകല്ല, ഇതെന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. അടുത്ത എന്താ നമുക്ക് നോക്കാം. അടുത്തത് ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെയും വാങ്ങാൻ കിട്ടും. ഞാൻ പിന്നെ കൊടുത്തു വിടാനുള്ളതെന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റിഫ് ആൻഡ് ഷൈൻ, പിന്നെ ഒരു റിവൈവ് തുണി അലക്കാനൊക്കെ ആയിട്ട്. പിന്നെ അടുത്ത എന്താ നോക്കാം. ഇത് അടുത്തത് റിവൈവാണേ. ഈ റിവൈവ് ഞാൻ കാര്യം ഇവിടെ തപ്പിയെങ്കിലും എവിടെ എനിക്ക് കിട്ടിയില്ല. റിവൈവിൻ്റെ ലിക്വിഡാണിത്. പിന്നെ പശപ്പിന് വേണ്ടിയിട്ടുണ്ട്. നല്ല ഡ്രസ്സൊക്കെ ഏതെങ്കിലും, പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഷർട്ടും അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇവിടെ കിട്ടിയത് എനിക്ക് പൗഡറാണ്. അപ്പം പൗഡർ മിക്സ് ചെയ്താക്കുമ്പോൾ അവിടെ ഇടിച്ചിട്ട് ശാല ഒട്ടിപ്പിടിക്കുക. അപ്പം അത്രയൊരു സ്മൂത്ത്നെസ് ഇല്ല നമ്മൾ ലിക്വിഡ് യൂസ് ചെയ്യുന്ന അത്രയും. അത് കാരണമാണ് നാട്ടിൽ നിന്നത് പറഞ്ഞത്. ഓക്കെ, ദിസ് ഇസ് ദ ഹീറോ. അവലോസിൻ്റെ ആണ്, വീട്ടിൽ ഉണ്ടാക്കിയ അവലോസിൻ്റെ. ഓക്കെ, ഇതും അവലോസിൻ്റെ ആണ്. അടുത്ത പാക്കറ്റും കാണത്തില്ല, കാരണം അത് അവലോസിൻ്റെ ആണ് കേട്ടോ. അത് പിടിക്കുമ്പോൾ അറിയാം അവലോസിൻ്റെ ആണ്. നെക്സ്റ്റ് നമ്മള് ഇത് നമ്മുടെ നാടൻ കാപ്പിപ്പൊടിയാണ്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞ് കൊണ്ടുവരിച്ചതാണ്. എന്താ മണം! ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കാപ്പിയുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് അങ്ങനെയുള്ള, അല്ലാതെ ഇവിടെ കൃഷിയായിട്ടില്ല. അപ്പം അവിടുന്ന് വീട്ടിൽ തന്നെ മമ്മി ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുന്നതാണ് ഇത് കേട്ടോ, കാപ്പിപ്പൊടി. ഇത് എമ്മയാണ് പൊട്ടിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. So this is എമ്മയ്ക്ക് കുറച്ച് ഹെയർ ക്ലിപ്സ്. പിന്നെ അപ്പയ്ക്ക് മുടി ചെയ്യുന്ന, ആണുങ്ങളെ മുടി ചെയ്യുന്ന ചിരിപ്പ്, കുറച്ച് ഹെയർ ക്ലിപ്സ്. ഇതൊന്നും പിന്നെ ഞാൻ പറഞ്ഞതല്ല, എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിന്റെ കുഞ്ഞാൻറ്റി വാങ്ങി ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ആൻഡ് ഇതെന്താണ് സംഭവം നമുക്ക് അറിയില്ല. ഓക്കെ, ഇത് ഇപ്പൊ മനസ്സിലായി. ഇത് ഞാൻ മെറ്റേണിറ്റി ആയതുകൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് ഉള്ള നൈറ്റികൾ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് സംഭവം കേട്ടോ. അതിലൊരു നൈറ്റിയാണത്. ഇത് നൈറ്റി അല്ലേ? തുണികളാണ്. നമുക്ക് തുണികളിലേക്ക് വരാം. ഇതെന്താ? ഇതും ഞാൻ പൊട്ടിക്കുന്നില്ല, നമ്മുടെ BB ഷാമ്പു ആണ്. അത് 3 ഉണ്ട് കേട്ടോ. അപ്പം മൊത്തം 6 ഷാമ്പു. ഞാൻ അതാണ് ഉപയോഗിക്കാറ്. ഇത് നെയ്യാണ്, നെയ്ക്കുപ്പിയാണ്. ഇപ്പം നേരത്തെ കണ്ടതുപോലെ തന്നെ പൊട്ടിക്കുന്നില്ല അതുകൊണ്ട്. പിന്നെ ഇതെല്ലാം ഇനി വരുന്നതെല്ലാം തുണി ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് പൊട്ടിച്ച് നോക്കാം. ഇത് ഞാൻ ഒരു ബൊട്ടീക്കിൽ തയ്പ്പിച്ച് എടുത്താണ്. അതും ഇങ്ങനെ നൈറ്റിയാണ്, കാണുന്നുണ്ടോ? അത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈറ്റിയാണ്. ഇനി എന്താണ് അടുത്തത്? ഇതും നൈറ്റിയാണ്. ഞാൻ അങ്ങനെ ഒരു 3-4 നൈറ്റികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഇസ് വൺ അനദർ. പിന്നെ ഇത് മമ്മി ജസ്റ്റ് ഒരു തുണി കൊടുത്തു വിട്ടതാണ്. നമുക്കിനി ആവശ്യമുണ്ടല്ലോ വെറുതെ വെള്ള തുണികൾ. Then this is another. Okay, there is another.
അതാണ് നമ്മുടെ ലാസ്റ്റ് പൊതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു. അല്ലെങ്കിൽ ഇപ്പം ഈ ക്യാരിങ് ആയതുകൊണ്ട് ഭയങ്കര കിതപ്പാണ്. സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര കിതയ്ക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ എംഐക്ക് വേണ്ടി ഞാനൊരു ബൊട്ടീക്കിൽ ചെയ്യിപ്പിച്ചെടുത്ത ഒരു ഉടുപ്പാണ്. അത് ഈ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ബൊട്ടീക്കിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ ഏതാണെന്ന്. ദിസ് ഇസ് റിയലി നൈസ്. ആൻഡ് വൺ മോർ നൈറ്റികളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഇത് കൂട്ടാണ് ഇതാ അങ്ങനെ. ആൻഡ് വൺ മോർ എൻ്റെ ഫേവറേറ്റ് കളറാണ്. ആൻഡ് വൺ മോർ. ഇത് ബൊട്ടീക്കിൽ നിന്നൊന്നും ഉള്ളതല്ല. സാധാരണ കോഴിക്കോട് കോഴിക്ക ബസാറിൽ നിന്ന് ഞാൻ നൈറ്റ് വെയർ പോലെ വാങ്ങിപ്പിച്ചതാണ്. എൻ്റെ നാട്ടിൽ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ സിസ്റ്റർ ആൾ കോഴിക്കോട് പോയി വാങ്ങി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ പെട്ടി കാലിയായി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ സേ ബൈ അമ്മ. ബൈ. ബൈ.